ഇല്ലെങ്കിൽ ഒരു ചെറിയ നമ്മൾ വീഡിയോ ഇട്ടുന്ന ചെറിയൊരു പേപ്പർ കിട്ടുക. അപ്പോൾ ഇരുട്ടാകുമ്പോൾ അതിന് മുകളിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടാം, എന്നിട്ട് എടുത്ത് മാറ്റാറാണ്. അത് ചിലപ്പോൾ പറന്നു പോകും, പെട്ടെന്ന് പറന്നു പോകും. ഇലയൊക്കെ കാണിച്ചാൽ ചാടിക്കെടുക്കും. അത് ഇരുട്ട് കൊടുത്താൽ മതി, ഇല ചുരുട്ടിട്ട്. ബാബുനെ ഒരു പിടിച്ചിരുന്ന കാണാൻ പറ്റേ, മൂർഖനൊക്കെ പിടിച്ചിട്ട് സഞ്ചി കാണിച്ച് അന്നേരം ചാടിക്കറി എന്ന് പറഞ്ഞാൽ പൊളിക്കാനുള്ള മാറും. ഇനി വേറൊരു വഴിയുണ്ട് തേനീച്ച പിടിക്കാനാണ്. ഇതൊന്നും വേണ്ട, നമ്മൾ ഇങ്ങനത്തെ കൂടെ ഉണ്ടാക്കുന്നു. ഇച്ചിരി ഒതുങ്ങിയ കൂടെ ആയിക്കാണ് കുഴപ്പമില്ല. ഇന്ന കൂടൊന്നുമില്ല. ഇപ്പം പലരും പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കൊടുക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ പുറകിൽ ഇങ്ങനെ തെർമോക്കോൾ ഷീറ്റ് വെച്ചിട്ട് ഇരുട്ടാക്കിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. മുളക് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ തടി ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ചതുരപ്പെട്ടികൾ, വലിയ വലുപ്പമില്ലാത്ത, വെറുതെ കനം കുറഞ്ഞ 4 ഇഞ്ച് പറയാനും മതി. വെറുതെ ഒരെണ്ണം വരുമ്പോൾ മുകളിൽ അടക്കം വെച്ചിട്ട് ഒരു ദ്വാരം ഇട്ട് അകത്തിങ്ങനെ കുറച്ചും വെള്ളവും കൂട്ടി. നമ്മൾ തേനീച്ച വളർത്തുന്നതിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. പോയിട്ട് എവിടെയെങ്കിലും തേനീച്ച ഉള്ളിടത്തൊക്കെ വേണമെങ്കിൽ ചുമ്മാ കുറേ ലാർജ് ആയിട്ടുണ്ട് അവർക്ക് ഇട്ട് തൂക്കിട്ട് വെറുതെ. ഞങ്ങളൊക്കെ ചില കേരളത്തിൽ പുറത്തൊക്കെ ചില ഊരുകളിൽ ഉള്ളൊരിതുണ്ട്, അടുത്തടുത്തായിരിക്കും. ഇതിൻ്റെയൊക്കെ ഷെയറിൽ നിന്ന് ചുമ്മാ ഇട്ടു പോകും. ഒരെണ്ണം അവരെടുത്തിട്ട് പോകാം, നമുക്ക് പോട്ടെ, കിട്ടുന്ന നമുക്ക് മതി, ചെറിയ പൈസ കൊടുത്താൽ. ഇല്ല, ചിലപ്പോൾ ചെറിയ ചതുരപ്പെട്ടികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റേതൊക്കെ ഇല്ലയൊക്കെ വെട്ടാൻ പോകുന്ന പറയുമ്പോഴൊക്കെ അത് വിരിച്ചിട്ടുണ്ടാകും, പണിയാണ്. മറ്റേ മരുന്നിൻ്റെ ചെറിയ പൈസ എടുത്തിട്ട് ചെറിയ പെട്ടികൾ ചതുരപ്പെട്ടികൾ. അപ്പോൾ ഒരടക്കം വെക്കും, ഒരു കെട്ടും കെട്ടി ഒരു ദ്വാരം വെട്ടി ചില മുഴുവൻ തേച്ചിട്ടാണ്. അപ്പോൾ തന്നെ വന്നത് വെറുതെ ഈച്ച പോയ ഒരു ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വേറെ സ്ഥലത്ത് വെച്ചിരുന്ന അടുത്തോട്ട് വന്നപ്പോൾ 2-3 ഈച്ച പോയിട്ടുണ്ടാണ്. അവിടെ വെച്ച് ഒരു ഇപ്പോൾ ഒരാഴ്ച ആയില്ല, ഇപ്പോൾ 3 എണ്ണത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു. ഇത് ഏത് സമയമൊന്നുമില്ല. ഇതിപ്പോൾ ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു ആപേക്ഷികം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം തേൻ സീസൺ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയും നമ്മൾ ശരാശരി മാർച്ച് മാസം, ഫെബ്രുവരി മാർച്ച് മാസം പറയും. ആ സമയത്ത് വെട്ടുകൽ ചീങ്കയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നാടുകാണി പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ വിമാനത്താവളം വരുന്നുണ്ട്, കണ്ണൂർ മൂർക്കമ്പറമ്പ്. അവിടെയൊക്കെ ഓഗസ്റ്റ് മാസം മുതൽ ധാരാളം ചെറിയ പൂക്കൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുണ്ടാവും. അവിടുത്തെ തേൻ്റെ സമയം ഡിസംബർ മാസമാണ്, നവംബർ ഡിസംബറിലൊക്കെയാണ് ശരിക്കും ഇതെന്നറിയും. അതേ സമയത്ത് നമ്മൾ മൈസൂർ നോക്കുക, മൈസൂരിലിവിടെ ജൂൺ ജൂലൈ ഓഗസ്റ്റാണ് ഏറ്റവും തന്നെ. നമുക്കിവിടെ ഓഫ് സീസണാണ്. അട്ടപ്പാടി വേറൊരു സീസൺ. ഇത് ആപേക്ഷികമാണ്. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് മാത്രം. ഞങ്ങളൊരു സ്ഥലത്ത് ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ ഒരു പക്ഷേ അറിയാം, മേപ്പട്ടോയിൽ ജോർജ് ഒരു പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വൈദ്യനാണ്. പുള്ളിയുടെ അനിയനോട് ഒരു ജോർജ് എന്ന് പറയുന്നത് കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുറേ ഈ ചെമ്പിൻ്റെ കൊടുത്തു. അവിടെ തറവാട്ടിലാദ്യം നട്ടുപിടിപ്പിച്ചു. ഒരു മലയ്ക്കൊരു സ്ഥലമുണ്ട് ജാതിത്തോട്ടത്തിൻ്റെ, അതിലൂടെ ഒരു 10-20 എണ്ണം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ ഒരു 20 പെട്ടിയുടെ യൂണിറ്റ് ഇരിപ്പുണ്ട്, നാടൻ തേനീച്ചപ്പെട്ടി. കഴിഞ്ഞ മാസം നവംബർ പൂക്കാൻ തുടങ്ങി ഡിസംബർ ആദ്യത്തെ നോക്കുമ്പോഴത്തേക്കും 3 അടയിട്ട് തിരിച്ചു വെച്ചിരുന്നു, 2-3 അടയിട്ട് തിരിച്ചു വെച്ചിരുന്നു. അടി നിറഞ്ഞില്ല, പക്ഷേ നിറയുന്നതിന് മുമ്പ് തന്നെ സൂപ്പറിൻ്റകത്തുനിന്ന് 1-1.5 കിലോ തേന് അട ഇങ്ങനെ ഉയർത്തിട്ട് പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അടപ്പിൻ്റകത്തും സൂപ്പർ തേനാണ്. ഈ ഹണി ട്രീ എന്നുള്ള തേനാണ് നല്ല. എൻ്റെ ഒരു ചെടി നിൽക്കുന്ന ഏകദേശം ഒരു 2 സെൻറ്റോളം സ്ഥലത്തൊക്കെ അവിടെ നിന്നിട്ടാണ് ഒരു ചെടി നിൽക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ തേനീച്ചയ്ക്കും ഉണ്ട്. ഇപ്പോൾ എല്ലാ ചെറുതേനീച്ചയ്ക്കകത്തും മിനിമം തേനകത്ത് സ്റ്റോറേജ്. അവിടെ ഒരു 10 പെട്ടി മാത്രം ചെറുതേനീച്ചയാണെങ്കിൽ 1/2 കിലോ ചെറുതേൻ വെച്ച് ഇത് ഈ ചെടിയുടെ മാത്രം എടുക്കാൻ പറ്റും. അത്രയ്ക്കാണ് ആ ചെടിയുടെ ഒരു. അത് നമുക്ക് എങ്ങനെ വേണം നടത്താം. അതിനെ താങ്ങി നിർത്താനതിന് എന്തെങ്കിലും താങ്ങുണ്ടെങ്കിൽ ഇത് വികസിക്കും, ഇല്ലെങ്കിൽ അത് പിറന്നു. ഇല്ലെങ്കിൽ നമ്മൾ കൊക്കോയോ കാറ്റും പോലെ ഇത് പൂ കഴിയുമ്പോൾ പൂവും ചെയ്തിട്ട് നിർത്തുകയാണെങ്കിൽ കുറ്റിമരമായിട്ട് നിർത്താൻ പറ്റും. ചെമ്പെന്ന് പറയുന്ന ഹണി ട്രീ എന്ന് ഞങ്ങൾ പറയുന്ന ഞങ്ങളെല്ലാം കൂടെ കൊടുക്കാറുണ്ട്. അവിടെ വരുന്നവർക്ക് കമ്പ് കൊടുക്കാറുണ്ട്. ഇപ്പം ഇവിടെ എല്ലാവരുടെയും കയ്യിലുണ്ട് മിക്കവാറും, അല്ലേ? അതിന് അതാ ആന്റിഗണിയാണ്. ആന്റിഗണി എങ്ങനെ അത് ഹോർമോണാണ്. തൈ മുക്കിട്ട് നട്ടാലും ഉണ്ടാവും, ഇല്ലെങ്കിലും ഉണ്ടാവും. നമ്മൾ പിന്നെ ആ ഭാഗത്ത് കരിക്കൂട്ടിലോട്ട് ഈ ചാകർഷിക്കാൻ മെഴുക് തീർക്കാമെന്ന് മാത്രമാണ്. മെഴുക് ഇതിനകത്തോട്ട് വരച്ചുള്ള അത് സ്വീകരിക്കുന്നില്ല. വേറെ മുട്ട വെച്ച് കഴിഞ്ഞാൽ ഈ ചില്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ട ചത്തു പോകും, ഉറുമ്പ് വന്നില്ല അതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ വേറെ അല്ല, ഒരു
കൂടിൻ്റെ അകത്ത് 2 കൂട്ടിലെ 3 കൂട്ടിലെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ആ ഈച്ച വേണമെന്ന് നോക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരിക്കലും എൻ്റെ അരിയച്ചാരോട് കുറച്ച് പൂമ്പൊടി കൊണ്ടിടാം മൈസൂരിൽ നിന്ന് വരുമ്പോൾ. അന്ന് ദിവസം ഓഫ് സീസണിൽ അവിടെ ധാരാളം പൂമ്പൊടിയാണ്. പൂമ്പൊടി വേറെ ആവശ്യം പറഞ്ഞിട്ടുണ്ട് 2 കിലോ പൂമ്പൊടി. അപ്പോൾ ചെറുതിൻ്റെ പൂമ്പൊടിയാണ്. അപ്പോൾ അതെടുത്തുകൊണ്ട് വരുമ്പം അതിൻ്റെ അകത്തൊരു കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ കമ്പിൻ്റെ അകത്ത് ഒരു ചെറിയ പൊത്തുണ്ട്, അതിൻ്റെ അകത്തൊരു റാണി. അപ്പോൾ റാണി അങ്ങനെ പൂമ്പൊടി എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് പെട്ടുപോയത്, അതിനകത്ത് കുളിച്ചിരുന്നു. അപ്പോൾ അതെടുത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഈ പൂമ്പൊടിയുടെ അകത്തുനിന്ന് ഒരു 10-20 ഈച്ച ഒരു ഈർക്കിലേക്ക് തോണ്ടിയെടുത്തു. അത് പല പെട്ടിയിലെ ഈച്ചയാണല്ലോ. അതിൻ്റെ അകത്ത് ഒരു മഞ്ചാടി കുരുവിൻ്റെ അത്രയും വലുപ്പത്തിൽ പൂമ്പൊടി അത്ര തേനും വെച്ചിട്ട് ഒരു പീസ് കൂടുതലകത്തിട്ട് വെച്ചു. ഇപ്പോൾ കുറേ വർഷങ്ങളായി. ഇപ്പോൾ എത്രയോ സെറ്റ് പിന്നത്താണ് എടുത്തിരിക്കുന്നു. അത് ഈ ചെടി പൂക്കാൻ തുടങ്ങിയ നേരത്തെ നവംബറിൽ പൂക്കാൻ തുടങ്ങിയ ഡോംബിയ അതിലാണ് കെട്ടിത്തൂക്കിയത്. ഈ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ നിന്ന് എടുത്ത്, ഈ വർഷത്തെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. എത്ര സെറ്റ് അതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നു, എത്ര ചേന എൻ്റെ അകത്ത് എടുത്തിരിക്കുന്നു. അത് കൊണ്ട് വലിയൊരു സെറ്റായിട്ട് ആ സീസണിൽ തന്നെ അതിൻ്റെ അകത്ത് ഒരു 400 ഗ്രാം തേനോളം ഉണ്ടായി. അത് അത്ര വളർത്തി കിട്ടി. അപ്പം അന്നേരം മനസ്സിലായി ഒരു റാണി അതിനെ സംരക്ഷിക്കാൻ ഒരു 10-20 ഈച്ചയും പ്രകൃതിയിൽ നിന്ന് പൂപ്പിടി തേനും ഉണ്ടെങ്കിൽ ഇത് സ്പ്രെഡ് ചെയ്ത് വലുതായിക്കോളും. എന്നാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ മുട്ട വെച്ചിട്ട് അതിൻ്റെ അകത്ത് തണുപ്പടിക്കുന്നില്ലെങ്കിൽ പൂപ്പിൽ പിടിക്കുന്നില്ല എങ്കിൽ കുറഞ്ഞ കൂട്ടിൽ വെക്കുന്നെങ്കിൽ അതിൻ്റെ അകത്തൊരു റാണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ റാണി മുട്ട ഉണ്ടെങ്കിൽ ആ റാണി മുട്ടയിൽ നിന്ന് സെറ്റ് വലുതാവും. പിന്നെ പ്ലേസ് നല്ലതായിരിക്കും. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആഹാരം അതിൽ നമ്മൾ ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 10 മണി ചെടിയുണ്ട്, പിന്നെ ഡോബിയ ഉണ്ട്, പിന്നെ ആൻറ്റിഗണയുണ്ട്, പിന്നെ ഒരു വെള്ളിച്ചെടിയുണ്ട്. വെള്ളിച്ചെടി ഫോട്ടോ ഉണ്ടോ? പിന്നെ അല്ലല്ല, ആൻറ്റിഗണുണ്ട്, വേറെ കൂടാതെ ഒരെണ്ണമുണ്ട്. അത് ജൂലൈയിൽ അതിൻ്റെ ഒരു അല്ല ഒരു വള്ളി പോലെ തൂങ്ങി വരുവാണ് മുകളിൽ നിന്ന്. അത് നിറച്ച് അവിടെ അതിൻ്റെ ശരിക്കും അതിൻ്റെ പേര് നമുക്ക് പറയാനും കിട്ടിയിട്ടില്ല. ഇത് വനത്തിലുണ്ട്. അല്ല ഇതൊരു ഇപ്പം പെരയിലാണ് കിടക്കുന്നത്. ഒരു മരത്തിലാണെങ്കിൽ ഒരു 10-20 മീറ്റർ ഉയരത്തിന് താഴെ വരാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഇത് ഹോർമോൺ മുക്കിൽ ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ പൊടിയുടെ തണ്ട് പോലെ മുഖത്ത് വരുമ്പോൾ മുറിച്ചിട്ട് ഹോർമോൺ മുക്കിയിട്ട് നട്ട് കഴിഞ്ഞ് മാത്രം തൈകളായിട്ട് ഉൽപ്പാദിപ്പിച്ചേർക്കും. പിന്നെ മിക്കവാറും നമ്മുടെ പല ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു 2 വർഷം മുമ്പ് ആളൊരു വീട് വിലക്കെടുത്തു, കുബേസിൻ്റെ വിലക്കാണ്. ആ വീട് പൊളിക്കാൻ വേണ്ടി അവരിരുന്നതാണ്. അവിടെ പൈസ കൊടുത്തിട്ട് മുഴുവൻ എടുത്തു. 100 സെറ്റ് കോളനിയാണ് അവരെ കെട്ടിടം പൊളിച്ച് കിട്ടിയത്, കുബേസിൻ്റെ അന്ന് കിട്ടിയത്. അപ്പം എത്ര ലാഭമൊന്നും കൂടിയില്ല. ഇത് ഞങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ പൊളിക്കേണ്ട സാധനം ഇങ്ങനെ കാശ് കൊടുത്തിട്ട് എടുത്തിട്ട് പൊളിക്കും. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നൊന്ന് ചിന്തിക്കുക. എപ്പോഴാണ് കെണിക്കൂട് അല്ലെങ്കിൽ വെക്കേണ്ടതെന്നുള്ളൊരു അടിസ്ഥാന വിഷയമാണ് അവിടെയുള്ളത്. ഇതൊരു പരസ്പരം സഹായം ചെയ്ത് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണ്. മറ്റേ തേനീച്ച പോലെ തൻകാരി നോക്കി അകലേക്ക് പോകുന്നതല്ല. അപ്പം നിലവിൽ ഒരു നല്ല കോളനി ആയിക്കഴിഞ്ഞാൽ, സ്റ്റന്റ് ആയിക്കഴിഞ്ഞാൽ, വംശവർദ്ധന വേണ്ടി ഒരു ആഴിമുട്ട ഉണ്ടാകുമ്പോൾ ആ സമയത്ത് തന്നെ ഇവർ ആരംഭിക്കും എവിടെ ചെന്ന് കൂടണം എന്നുള്ളത് ചിന്തിക്കും. മറ്റേത് എന്ത് ചെയ്യുക, മുട്ട ഉണ്ടായി കഴിയുമ്പോൾ തന്നെ പഴയ റാണി സ്ഥലം വിട്ടു, പിന്നെ കുറേ 5-8 ഒരുമിച്ചുണ്ടാകണമെങ്കിൽ 7 സെറ്റായിട്ട് നിൽക്കുന്നു. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ സൗകര്യമുണ്ട് ഒന്ന് നോക്കുക. എന്നിട്ട് അതാണ് ഈ കല്ലുപത്തിൻ്റെ അകത്ത് ഇത്രയും കൂടുതലാണ്. അപ്പോൾ അവിടെ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ പൊടിയെല്ലാം ഒന്ന് നീക്കി അവിടെ നമ്മുടെ ഈ എൻട്രൻസ് ട്യൂബിന് കാണിക്കുന്ന പോലെ കുറച്ച് പ്രതിരോധമൊക്കെ ഇങ്ങനെ കുറച്ച് മുടിയെല്ലാം പെട്ടിച്ച് വെച്ച് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് റാണി മുട്ടയായി. പിന്നെ 2 മാസം വേണമല്ലോ വിരിയാൻ. അന്നേരം തന്നെ ഇവർ ആരംഭിച്ച് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 5-6 തേനി അവർക്ക് മുട്ടയുണ്ട് എന്ന് വിചാരിക്കുക. ഒരു 5-6 പൊത്തുകൾ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആക്കി കുറച്ച് മെഴുക അവിടെ തേച്ച് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെറിയ ഗോളങ്ങളായിട്ട് കുറച്ച് തേന ഇവിടെ എടുത്ത് വെച്ചു, കുറച്ച് പൂമ്പൊടി എടുത്ത് വെച്ചു. ഇത്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് മുട്ട വിരിഞ്ഞു ഗൈനിയായി. ഒരാഴ്ച കഴിയുമ്പോൾ ഇണയാറാവും. അപ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൈനിയെ പുറത്തിറങ്ങുമ്പോൾ ഇണയേർത്തിട്ട് ആ കൂട്ടിക്കൊണ്ടാക്കി നമ്മൾ റെഡിയാക്കി വെക്കും. അപ്പോൾ 5-6 കിട്ടിയിട്ടുണ്ടെങ്കിൽ 5-6 ഇതനുസരിച്ചിട്ടാണ് ഇവർ ശരിയാകുന്നത്. ഇല്ല എങ്കിൽ റാണി പഴയതാണെങ്കിൽ ഈ ഗൈനി ഇണയേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ കയറിയിട്ടുണ്ടെങ്കിൽ റാണി കൊന്നുകളയും. പിന്നെ വരുന്ന ഗൈനി അതിൻ്റെ അകത്ത് കയറാൻ ശ്രമിച്ചാൽ അവിടെ വെച്ച് അടിയാവും. അടിയായിട്ടെല്ലാം ചത്തയൊക്കെ ഞങ്ങളൊരു കൂടിൻ്റെ അകത്ത് 6 ഗൈനി എത്തി കിടക്കുന്നത് ചത്ത കിടക്കുക വെള്ളത്തേരിച്ച. പിന്നെ പെട്ടെന്ന് ഇത് ഇളകേണ്ടോണ്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ശ്രദ്ധിക്കാൻ പറ്റും. ഇത് തുറന്ന് നോക്കുമ്പോൾ 2 എണ്ണത്തിന് ഡാമേജ് ഇല്ലാത്തതിനെ 2 എണ്ണത്തിനെ മാറ്റി 2 സെറ്റാക്കി. 6 എണ്ണത്തിനെ അവിടെ കൊന്നിട്ടിരിക്കുന്നു.
അപ്പം ഇവർ തമ്മിലടിച്ച് ചാവും. ഇണ ചേർന്നിട്ട് അങ്ങോട്ട് കയറാൻ പറ്റും. അതൊരു കൂടിൻ്റെ വാതിക്കൽ ഇണ ചേർന്ന് കയറാനില്ലെങ്കിൽ അവിടെ വെച്ച് അവർ അടിയാവും. പുറമേന്ന് പറഞ്ഞൊന്നുമില്ല. ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയാലും ചെയ്യും. ഇങ്ങനെയാണ്, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എങ്ങനെ വൻതേനീച്ചയുടെ പഴയ റാണിയെ പുതിയ റാണി വിരിയുന്നതിന് മുമ്പ് 4 ദിവസം മുമ്പേ പുറപ്പെട്ടിരിക്കും. 50-60% ഈച്ചായിട്ട് പോകും. വേറെ എവിടെയും പോയിട്ട് കൂട് കൂട്ടാൻ വേണ്ടി പോകും. അവർക്ക് മുൻകരുതലൊന്നുമില്ല. പിന്നെ ഒരു 4 എണ്ണം ഒരുമിച്ച് വരികയാണെങ്കിൽ 4 പരസ്പര തുല്യ ശക്തികളാണ്. അപ്പം റാണികൾ നമ്മൾ ഏറ്റെടുക്കും. അപ്പം കുറേ ഈച്ചതിൻ്റെ കൂടെ കൂടിയിട്ട് അത് 4 പുറത്തേക്കും. കാരണം ആരെ പുറത്തേടിയെന്ന് അവർക്ക് അറിയത്തില്ല. പിന്നെ മുട്ട വിരിയാനുണ്ടെങ്കിൽ ഒരുമിച്ചല്ലാതെങ്കിൽ ഒരെണ്ണം കൂടെ ഉണ്ടാവും. ബാക്കി വരുന്ന മുട്ട മുഴുവനും ഇവരെ വിരിയാറായെങ്കിലും അതിനെ നശിപ്പിച്ചളയും ഈച്ചയും റാണിയുമാണ്. അത് ചിലപ്പോൾ ആദ്യം ഇങ്ങനെ തിരിച്ച് സംഭവിക്കാം. ആദ്യം പകുതി ഈച്ച പോയി, പിന്നെ വിരിയുന്ന ആദ്യം ഒരു മുട്ട വിരിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ വിരിയുന്നെങ്കിൽ, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ വിരിയുന്നെങ്കിൽ അതിലും ബാക്കി വിരിയാറായാലും മുഴുവൻ അവർ നശിപ്പിച്ചളയും. ഒരേ ടൈമിൽ ഒരു 2-5 മിനിറ്റിനുള്ളിൽ വിരിയുകയാണെങ്കിൽ നശിപ്പിക്കാൻ പറ്റില്ല, തമ്മിക്കൊല്ലാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ തീരയുടെ വികസനം വരുന്നത്. പക്ഷേ ചെറുതേനീച്ചയ്ക്ക് അങ്ങനെയല്ല. ചെറുതേനീച്ചയ്ക്ക് ഗൈനിക്ക് ഒരു കുഴപ്പമില്ല. 6 ഗൈനി വേണമെങ്കിൽ ഒരു കൂട്ടിൽ ഇണ ചേർന്ന മാത്രം പ്രശ്നം. അപ്പോൾ ഇണ ചേർന്നിട്ട് അതൊരു കയറാൻ അനുവദിക്കും, അവിടെ തട്ടിക്കളയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഇവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒതുങ്ങിയ സ്ഥലങ്ങൾ നമ്മൾ PVC കൂടെ ആയിക്കോട്ടെ, പെട്ടിയുടെ കൂടെ ആയിക്കോട്ടെ, ഇല്ലി ആയിക്കോട്ടെ, ഇല്ലി ആകുമ്പോൾ വലിയ ഒരു മുട്ടൊക്കെ വെച്ചാൽ മതി, നമ്മൾ വലിപ്പത്തിലൊന്നും വേണ്ട, വണ്ണം കുറഞ്ഞ് മതി. അങ്ങനത്തെ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ, അപ്പോൾ അതങ്ങനെ നേരത്തെ ഉണ്ടെങ്കിൽ ഇവർ ഇതനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഗൈനി ഉണ്ടാക്കിയിട്ട് റാണി ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് കയറ്റി അവർ സെറ്റായിക്കോളും. അങ്ങനെ വേണമെങ്കിലും തേനീച്ചിരിക്കുന്ന സ്ഥലത്ത് കുറേ കാലിക്കൂടുകൾ, ഇനി ഒരിക്കലും ഈച്ച പോകട്ടെ, ആ കൂട് അന്നേരം ക്ലീൻ ചെയ്ത് മുഴുവൻ ഒന്ന് ചരണ്ടി കറക്റ്റാക്കിയിട്ട് അവിടെ ഇൻസർട്ട് ടേപ്പൊക്കെ ഒട്ടിച്ച്, പാക്കിംഗ് ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് അവിടെ കെട്ടിക്കൊണ്ടില്ല തന്നെ വന്ന് കയറി. എല്ലാം കയറണമെന്നല്ല, കുറേ കയറി കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ തേനീച്ച കൃഷി ഇത് വികസിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ ആരും ചോദിക്കുന്നത് പിടിക്കുന്ന കാര്യം തത്വശാസ്ത്രം തെറ്റാണോ എന്ന് ചോദിക്കാം. പക്ഷേ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. കാരണം ഞാൻ അല്ലാതെ തന്നെ ആയിരക്കണക്കിന് പേർക്ക് റബ്ബർ ബോർഡിൻ്റെ ആയിട്ടും അല്ലാതെ ആത്മയുടെ ആയിട്ടും അല്ലാതെ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഫ്രീ ക്ലാസ്സുകളും കൊടുക്കാറുണ്ട്. ഇവരൊക്കെ ആർക്കും തന്നെ ഞാൻ ശരിക്കും പഠിപ്പിച്ച ആർക്കും തന്നെ ഞാൻ ഈച്ച കൊടുത്തിട്ടില്ല, ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് വേറെ ആർക്കും സപ്ലൈ ചെയ്യാൻ വേണ്ടി. അവരാരും നമ്മളോട് വാങ്ങിക്കാറുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അവർക്കത് തന്നെ ചെയ്യാനൊരു സാമർഥ്യമാണ്. നിങ്ങൾ വാങ്ങിക്കേണ്ടതെന്നല്ല, എല്ലാ ആൾക്കാർക്കും ഇത് നമുക്ക് നടക്കാൻ പറ്റില്ല, ഇല്ലേ? എവിടെ പിടിക്കാനോ അല്ല പിടിക്കാൻ പോകാനോ. ഇപ്പോൾ 5 വയസ്സുള്ള കൊച്ചിന് മുതൽ 85 വയസ്സുള്ള കടന്നവർക്ക് ചെറുതേനീച്ച വളർത്താം, മറ്റേ തേനീച്ചോടെയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല തേനീച്ച കോളനി വാങ്ങിച്ചു. അത് സ്ട്രെങ്തായി കഴിയുമ്പോൾ കുറച്ച് ചെടികൾ, കുറേ ചെടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ കാലിക്കൂട് വെക്കുമ്പോ ഉറുമ്പ് വരാതെ വെക്കണം. എങ്ങനെയാ കാലിക്കൂട് വെറുതെ പിരിഞ്ഞു തന്നെ ഈച്ചകൾ കയറാൻ വേണ്ടി കാലിയായിട്ട് കൂട് വെക്കും. ഉറുമ്പ് കയറാതിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റാൻഡ് ഇട്ടിട്ട് വെക്കുക. സ്റ്റാൻഡ് ഇട്ടിട്ട് വെക്കുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അല്ല, ഉറുമ്പ് കയറാതെ വെക്കണോ? ഒന്ന് തേനീച്ചയോ മുട്ടയുടെ അംശം വെക്കാതിരിക്കുക. എത്ര ഉറുമ്പ് കയറി ഉറപ്പാണ്. ഇല്ലെങ്കിൽ ചിരട്ടയോ ഇങ്ങനെ തുളയ്ക്കണമെന്നില്ല, വേറെ കമിഴ്ത്തിയാണെങ്കിലും ഇതൊന്ന് തുളച്ചിട്ട് കമിഴ്ത്തിട്ടാലും മതി. ഇതിൻ്റെ അകത്ത് വേപ്പെണ്ണ ഏറ്റവും നല്ല നമ്മുടെ ഈ PVC ഒട്ടിക്കുന്ന ഗമ്മില്ല മറ്റേ സോൾ, അതിൻ്റെ അകത്ത് അടപ്പം തന്നെ ഒരു പഞ്ഞി പോലെ ഒരു സാധനമുണ്ട് ഇങ്ങനെ തൂക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഡെപ്പിക്കകത്തോട്ട് ഈ ഒഴിഞ്ഞ ഡെപ്പിക്ക് വേപ്പെണ്ണ ഒഴിക്കുക. അങ്ങനെ എടുക്കുക. അല്ല, കമ്പി വെക്കണ്ട, ഇങ്ങനെ സ്റ്റാൻഡേർഡാണെങ്കിൽ ഇവിടെ തുളച്ചിട്ട് കിട്ടാൽ മതി. ഇതിൻ്റെ അടിയിൽ മാത്രം ഇങ്ങനെ തൂക്കി വെക്കാം. ഇനിയിപ്പോൾ ഒരു തൂക്കിയിടുന്ന ഒരു കമ്പിയിലാണെങ്കിൽ അതിലൊരു തുണി ചുറ്റുക. തുണി ചുറ്റിയിട്ട് ആ തുണി അല്ലെങ്കിൽ വേപ്പെണ്ണ കയ്യെ പറ്റുമെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഔഷധമാണ്. വേപ്പെണ്ണ നനച്ചിട്ട് വേപ്പെണ്ണ ചുറ്റുന്നത് ഈ കമ്പ്യൂട്ടർ ചുറ്റിയിട്ട് അവിടെ ഒരു ഉറുമ്പുണ്ടി അറിയാം. ഏറ്റവും ശല്യമാണ് കൂനൻ ഉറുമ്പ്. കരിവേലല്ല, വെള്ളം വെച്ച വെള്ളത്തിന് മുകളിൽ നീന്തും. പിന്നെ അല്ലെങ്കിൽ ഒരു കുറേ എണ്ണം ചവറായിട്ട് ഇങ്ങനെ ഒരു പാലം പോലെ വീട് കിടക്കും, അതിന് മുകളിൽ കിടക്കും കൂനുറുമ്പ്. പിന്നെ കരിവേലിൻ്റെ മണ്ട കൂടെ കയറിക്കും. വേപ്പെണ്ണ കയറിയ വേപ്പെണ്ണ കയറിയാണെന്നല്ല, വേപ്പെണ്ണ എപ്പോഴും ഇങ്ങനെ ഉരുകയും ഇവന് ഒരിക്കലും സെറ്റായി പോകും. അതല്ല അത് ഒത്തിരിയൊക്കെ വേണ്ടേ. ഇതിപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് ഇവിടെ നനയാതെ ഇതിൻ്റെ അടിയിൽ തൂത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ കെട്ടി തൂക്കുകയാണെങ്കിൽ ഇവിടെ ഒഴിച്ചുകൊണ്ടെങ്കിൽ മുമ്പത്തെ വരെ ടെപ്പി ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒഴിച്ചു വെക്കാം. വെള്ളമാണെങ്കിൽ 4 ദിവസം കഴിയുമ്പോഴത്തേനും വെള്ളം പറ്റിപ്പോകും. ഈച്ച ഉള്ളതിനെ വെള്ളം കൊണ്ട് കാര്യം. ഈച്ച ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ കയറിയില്ല. അപ്പോൾ ഉറുമ്പുകളൊന്നും ഇത് പാസ് ചെയ്തിട്ട് ഇപ്പറൊക്കെ ചെയ്താൽ
അല്ലെങ്കിൽ സ്റ്റാൻഡിൽ ചെയ്യുക.